നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കായംകുളത്തിൻ്റെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ദേവീകുളങ്ങര എന്ന സ്ഥലത്തെയും കണ്ടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂട്ടംവാതിക്കൽ കടവ് പാലത്തിലാണ്. അപ്പം ഈ പാലത്തിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഈ പാലത്തിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന പക്രുച്ചേട്ടൻ്റെ കട എന്ന് പറയുന്ന ഒരു തട്ടുകടയെയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ പാലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ കായംകുളത്ത് നിന്ന് നേരെ പടിഞ്ഞാട്ട് വന്നു കഴിഞ്ഞാൽ ദേവീകുളങ്ങര കഴിഞ്ഞ് ഇടത്തോട്ട് വന്നു കഴിയുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ഈ പാലം. അപ്പം ഈ പാലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ 5 ലക്ഷത്തിൽ പരം നിറങ്ങൾ മാറ്റിമറിച്ച് പ്രകാശം പരത്തുന്ന ഒരു സംവിധാനവുമായി കായംകുളം കൂട്ടംവാതിക്കൽ കടവ് പാലം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ രാജപ്രൗഢിയോടെ നിലകൊള്ളുകയാണ്. 75 ലക്ഷം രൂപ ചെലവിലാണ് ഈ ഒരു അലങ്കാര ദീപ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പാലത്തിലേക്ക് വരുന്നവർ എനിക്ക് തോന്നുന്നു ഒരു 5 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് ഒരു സന്ധ്യയൊക്കെ അടുപ്പിച്ച് ഇരുട്ട് വീഴുന്ന സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ പക്രുച്ചേട്ടൻ്റെ കടയെന്ന് പറയുന്ന കടയും അവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. കാരണം സന്ധ്യാസമയത്താണ്. അതൊരു ചെറിയൊരു തട്ടുകടയാണ്. എങ്കിൽ പോലും ആ കടയിലെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ പാലത്തിനെ പറ്റി നമുക്കൊന്ന് പറയാം. കേരളത്തിലെ ആദ്യമായിട്ട് ഫസാർഡ് ലൈറ്റിംഗ് സംവിധാനവുമായിട്ടാണ് നമ്മുടെ ഈ കൂട്ടംവാതിക്കൽ കടവ് പാലം ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല വർണ്ണപ്രഭയിലാണ് ഈ ഒരു പാലം. നമ്മളൊരു സന്ധ്യ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ. നിറങ്ങളിങ്ങനെ മാറി മാറി വരുന്ന നമ്മുടെ ഫസാഡ് ലൈറ്റിംഗ് സംവിധാനമാണ് ഈ ഒരു പാലത്തിലെ, അതും കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു പാലമാണിത്. ഈ ഫസാഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിലെ ആദ്യമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു പാലം കൂടിയാണിത്. ഈ വിദേശ രാജ്യങ്ങളെ മാത്രം കണ്ടുവരുന്ന ഈ ഒരു ലൈറ്റിംഗ് സംവിധാനം നമ്മുടെ സഞ്ചാരികളെയൊക്കെ ആകർഷിക്കുകയും അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലാണ് അത് വളരെ മനോഹരമായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 323 മീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത്. അതുപോലെ ഈ മറ്റ് ലൈറ്റുകൾ കൂടാതെ തന്നെ ഇതിലെ സോളാർ ലൈറ്റുകളും അതുപോലെ തന്നെ സോളാർ മിനിമാസ് ലൈറ്റുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാലത്തിൽ ഏകദേശം 5 കമാനങ്ങളാണുള്ളത്. ഈ 5 കമാനങ്ങളിലായിട്ട് 40 എണ്ണത്തോളം കളർ ലൈറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഏകദേശം 40 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിൻ്റെ നീളമെന്ന് പറയുന്നത് 323 മീറ്റർ നീളമാണുള്ളത്. ഇതിൻ്റെ ആ ഒരു വീതി എന്ന് പറയുന്നത് 7.5 മീറ്റർ വീതിയാണ്. അതുപോലെ തന്നെ സൈഡിലായിട്ട് ക്യാരേജ് വേയും ഇരുവശങ്ങളുമായിട്ട് 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും ഉൾപ്പെടെയാണ്. ആകെ മൊത്തത്തിൽ 11 മീറ്ററാണ് നമ്മുടെ ഈ പാലത്തിൻ്റെ വീതി. അപ്പോൾ ഈ പാലം നമ്മൾ കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പാലത്തിൻ്റെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ വലത് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ പക്രുച്ചേട്ടൻ്റെ കട സ്ഥിതി ചെയ്യുന്നത്. പക്രുച്ചേട്ടൻ്റെ കടയെന്ന് പറയുമ്പോൾ ഞാനും നമ്മുടെ ഒരു അനീച്ചാരും കൂടിയാണ് വന്നത്. അപ്പം ഞങ്ങൾ ഒരുപാട് നോക്കി, ഇവിടെ കടയുടെ ബോർഡും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പം നോക്കിയപ്പോൾ ഒരു ചെറിയൊരു തട്ടുകട മാത്രം അവിടെ കാണാനുള്ളൂ. അപ്പം ഒരു സംശയത്തിൻ്റെ പേരിൽ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ചെറിയ മാടക്കട പോലെ ഒരു ചെറിയ കടയാണ്, പെട്ടിക്കട. അതിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്രുച്ചേട്ടൻ്റെ കട. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അവിടുത്തെ ബില്ലും വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ കട എനിക്ക് തോന്നുന്നു സന്ധ്യാസമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു ചെറിയ മഴച്ചാരലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ ടേബിളൊക്കെ ഇട്ട് ചുറ്റും കസേരയൊക്കെ ഇട്ട് ഒരു കുടയൊക്കെ അതിൻ്റെ സെൻറ്ററിലുണ്ട്. അപ്പം ഞങ്ങളും വിചാരിച്ചെന്നാൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഒരുപാട് ഞാനും ഇങ്ങനെ ഓരോ വീടുകളിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു കടയെ പറ്റിയിട്ട്. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നതില്ലേ, നമ്മളൊന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 പേരും ഇരുന്നു. അതിനുശേഷം നമ്മൾ കപ്പയും അതുപോലെ തന്നെ ബീഫും കക്ക റോസ്റ്റുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വരാനുള്ള വെയിറ്റിങ്ങിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായിട്ട് കണ്ടില്ലേ, നമ്മുടെ ഈ കക്ക റോസ്റ്റും ബീഫും അതുപോലെ തന്നെ കപ്പയൊക്കെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു പ്ലേറ്റ് നിറച്ചും സാധനം കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉള്ള ഈ കപ്പയൊക്കെ എന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങൾ കഴിച്ചു തുടങ്ങുകയാണ്. കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാം. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ടേസ്റ്റിൽ ഈ ബീഫും അതുപോലെ ഈ കക്ക റോസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടും തീരുന്നില്ല. കാരണം ഞങ്ങൾ
രണ്ടുപേരെ കൊണ്ട് ഇത് മുഴുവനായിട്ടും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ വളരെ നല്ല ഫുഡാണ്. ഇവിടെ വരുന്നവരെല്ലാവരും, ഈ പാലത്തിൽ വരുന്നവരെല്ലാവരും ഒരു സന്ധ്യയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിനുശേഷം നമുക്ക് ഈ കടയിൽ നിന്ന് നമുക്ക് ഫുഡുമൊക്കെ നല്ല മനസ്സ് നിറയുന്ന തരത്തിലുള്ള ഫുഡുമൊക്കെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവുക. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക. ഞാൻ സ്ഥലം ഒന്നുകൂടി പറയാം. കായംകുളത്തിന് പടിഞ്ഞാറായിട്ടാണ് ദേവികുളങ്ങര കഴിഞ്ഞിട്ടുള്ള ഒരു പാലമാണിത്. അപ്പം ദേവികുളങ്ങര പഞ്ചായത്തിനെയും കണ്ടല്ലൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. വന്നു കഴിഞ്ഞാൽ പാലത്തിൻ്റെ ആ ഒരു ലൈറ്റുകളുടെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ പക്രച്ചേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല ഒന്നാം തരം ഫുഡ്. ഇത് മാത്രമല്ല, ഇവിടെ ഇഷ്ടംപോലെ ഫുഡുകളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം. ഫുഡുമൊക്കെ കഴിച്ചിട്ട് മനസ്സിന് നല്ല സംതൃപ്തിയോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ സാധിക്കും. പോയി കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ്, ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഇവിടെ വരും. അതെൻ്റെ ഉറപ്പാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നമസ്കാരം.